ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം ഇന്നത്തെ ഐറ്റം കപ്പയും നെയ്മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് ഫ്രോസൺ ആയിട്ടാണ് ഇവിടെ കപ്പ കിട്ടുന്നത്. അപ്പം ഞാനത് പൊട്ടിച്ച് ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മീൻകറിക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുടംപുളിയും എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും ഉലുവയും കറി ലീവ്സും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് ശരിക്കൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അതൊന്ന് സൈഡിലോട്ട് ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി അതിലേക്ക് നമ്മൾ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ മീൻകറിക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെയാണ് നമ്മുടെ മീൻകറി സെറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കപ്പയാണ് കേട്ടോ. കപ്പ പുഴുങ്ങാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്രയും സാധനങ്ങളൊന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം കപ്പ വേവിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കപ്പ പുഴുങ്ങുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, കപ്പ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു ഫേവറേറ്റ് ഫുഡാണല്ലോ കപ്പയും മീൻകറിയും. പക്ഷേ ഇത് ശരിക്കും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന ഒരു സാധനം ആയിരുന്നില്ല ഈ കപ്പ എന്ന് പറയുന്നത്. കപ്പ ശരിക്കും ബ്രസീലുകാരുടെ ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ 17-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ പോർച്ചുഗീസുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് കപ്പ അവർ കൊണ്ടുവരുന്നത് കേട്ടോ. അങ്ങനെ കപ്പ കൊണ്ടുവന്നത് കപ്പലിലായതുകൊണ്ടാണ് കപ്പ എന്ന് പേര് വന്നതെന്നാണ് ചില ആളുകൾ പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു 19-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് കേരളത്തിൽ ആളുകൾ കൂടുതലായിട്ടും പ്രധാന ഭക്ഷണമായിട്ട് കപ്പ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യമായിരുന്നു. അപ്പം ഒരുപാട് അരിയും സാധനങ്ങളും ഒന്നും അവർക്ക് കിട്ടാതായപ്പം കപ്പ എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പെട്ടെന്ന് കൃഷി ചെയ്തെടുക്കാനും ഒക്കെ എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ രാജാവ് അവിടുത്തെ ജനങ്ങളെയൊക്കെ അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് കപ്പയിൽ വിഷമൊന്നുമില്ല, അതൊരു പ്രശ്നമുള്ള ആഹാരമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊട്ടാരത്തിൽ തന്നെ ഇത് പാകം ചെയ്യാനായിട്ട് അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പാകം ചെയ്തപ്പം എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാജാവ് തന്നെ അത് കഴിച്ച് കാണിക്കുന്ന ഒരു ചരിത്രം കൂടി നമ്മുടെ ഈ കപ്പയ്ക്കുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുറേ വർഷങ്ങൾക്കൊക്കെ ശേഷം കേരളത്തിൻ്റെ തന്നെ ഒരു ഭക്ഷ്യവിളയായിട്ട് തന്നെ ഈ കപ്പ മാറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കപ്പയ്ക്ക് ഇത്രയും വലിയ ഒരു ഹിസ്റ്ററി ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടേക്കണേ. അപ്പം ഞാൻ കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട്, അരപ്പൊക്കെ ചേർത്ത് നമ്മുടെ കപ്പ ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയും ഒന്ന് കടുക് പൊട്ടിക്കുന്ന ഒക്കെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ ഉള്ള കപ്പ പുഴുങ്ങിയതും മീൻകറിയും ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ കപ്പയും മീൻകറിയും ഒക്കെ സെറ്റായിട്ടുണ്ട്. മീൻകറിയിലോട്ട് നമുക്കിനി ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മീൻകറി ഒന്ന് മാറ്റി വെക്കണം. എൻ്റെ മീൻകറി കുറച്ച് ഞാൻ വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ കപ്പയും മീൻകറിയും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കണം. അപ്പോൾ ഞാനിതൊരു 11 മണിയൊക്കെ ആകുമ്പോൾ മഞ്ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ കഴിച്ചിട്ട് പോകാവുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ കപ്പ കൊതിയും മഞ്ചേട്ടനാണ് കേട്ടോ. അപ്പോൾ എപ്പോൾ ഞങ്ങൾ കടയിൽ പോയാലും കപ്പ മേടിക്കണം ആൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഫ്രോസൺ കപ്പ കിട്ടുമ്പോൾ അത് വാങ്ങി വെക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഓഫറിനൊക്കെ ഫ്രോസൺ കപ്പ മേടിക്കാനൊക്കെ കിട്ടുമേ. അങ്ങനെ കപ്പയും മീൻകറിയും എല്ലാം ഒഴിച്ച് ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ
എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ എൻ്റെ മീൻകറിയുടെയും കപ്പയുടെയും റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടെന്നും കപ്പയുടെ ഹിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെട്ടെന്നും വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു നല്ല ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടിപൊളി, ഒന്നും പറയാനില്ല.